നമസ്കാരം. ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവന്റെ അഥവാ മഹാദേവന്റെ പിറന്നാൾ ദിവസമാണ്. അതിനാൽ എല്ലാ ശിവഭക്തരും കാത്തിരിക്കുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. എന്നാൽ പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സാക്ഷാൽ പാർവതി ദേവിയെ ഭഗവാൻ പരിണയം ചെയ്തതും ഇന്നേ ദിവസമാണ് എന്നും വിശ്വാസമുണ്ട്. അത്തരത്തിൽ നിരവധിയാർന്ന പ്രത്യേകതകളുള്ള ഒരു ദിവസം തന്നെയാണ് ധനുമാസത്തിലെ തിരുവാതിര. ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അഥവാ ആ സ്ത്രീകളുടെ ജീവിതത്തിൽ ദാമ്പത്യ സൗഖ്യം വന്നു ചേരും. കലഹങ്ങൾ ഒഴിഞ്ഞ് ദീർഘ മംഗല്യഭാഗ്യം അവർക്ക് ഫലമായി വന്നു ചേരും. ദീർഘ സുമംഗലി യോഗം അവർക്ക് വന്നു ചേരും. കൂടാതെ കന്യകളായ സ്ത്രീകൾക്ക് അവർക്ക് അനുയോജ്യരായ പുരുഷന്മാരെ ഏറ്റവും നല്ല ബന്ധം തന്നെ ലഭിക്കും. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി അഥവാ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളാണ് അല്ലെങ്കിൽ വിധവകളാണ് എങ്കിൽ അവർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഡിവോഴ്സായ സ്ത്രീകളാണ് എങ്കിൽ അവർ ഭഗവാനെ ഇന്നേ ദിവസം ശരിയായ രീതിയിൽ വ്രതമെടുത്ത് അനുഷ്ഠിക്കുന്നതിലൂടെ അവർക്ക് സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതവരുടെ ജീവിതത്തിൽ പുതിയ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരും. എന്നാൽ ഇത്തരത്തിൽ നിരവധിയാർന്ന ഫലങ്ങൾ ലഭിക്കുന്ന ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ പോലും പെട്ടെന്ന് ഫലസിദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം തന്നെയാകുന്നു. എന്നാൽ നമ്മൾ ചെയ്തു പോകുന്ന ചില തെറ്റുകളുണ്ട്. അത് നമ്മളിലേക്ക് കടന്നു വരേണ്ട ഭഗവാന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. ആ തെറ്റുകളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആരെങ്കിലും ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഏവരും ഒരു നിമിഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വർദ്ധിക്കൂ. ആദ്യത്തേതായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ ഉണരണം എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. ഏറ്റവും ഉണരുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ബ്രാഹ്മമുഹൂർത്തമാണ്. അതല്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപുള്ള സമയം. ഈ സമയം നിങ്ങൾ ഉണർന്ന് വിളക്ക് തെളിയിക്കുന്നത്, അതായത് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് ആ വീടിന് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുക. അതിനാൽ നാളെ പ്രത്യേകിച്ചും ഈ ഒരു കാര്യം ഏവരും ചെയ്യണം. അതായത് വൈകി ഉണരാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ ആ കാര്യം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. നാളെ ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അതിനാൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നാളെ ഭഗവാന്റെ പ്രസാദം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് പോലും ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. അതിനാൽ ആ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകണം. പ്രത്യേകിച്ചും ഭസ്മം പോലുള്ളവ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അത് വീട്ടിൽ സൂക്ഷിക്കുന്നതും നിത്യവും ശുദ്ധിയോടെ അത് കുളിച്ചതിന് ശേഷം അണിഞ്ഞ് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഫലം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഈ സമയം ഭഗവാനെ നിങ്ങൾ 108 പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രമാണ് എങ്കിലും അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് മന്ത്രങ്ങളാണ് എങ്കിലും ജപിച്ച് ഇന്നേ ദിവസം ഭഗവാനെ പ്രീതിപ്പെടുത്തണം. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, ഇന്നേ ദിവസം ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ഉപദ്രവം ഒരിക്കലും ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. മറ്റു ദിവസങ്ങളിൽ ചെയ്യാം എന്നല്ല, ഇന്നേ ദിവസം അത് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇരട്ടി ദോഷമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. ചെറിയ പ്രശ്നങ്ങൾ പോലും അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്നായിരിക്കും ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുക.
നിങ്ങൾക്ക് സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഇന്നേ ദിവസം അന്നദാനത്തിൻ്റെ ഭാഗമാകുന്നത്, അന്നദാനത്തിനായി പണം നൽകുന്നത് ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കുന്നു. കൂടാതെ അനാവശ്യമായ വാക്തർക്കങ്ങളിൽ ഒരിക്കലും ഏർപ്പെടാൻ പാടുള്ളതല്ല. നാം ഏവരും പല കാര്യങ്ങളും ടെൻഷനുകളും അനുഭവിക്കുന്നവരാകാം. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പെട്ടെന്ന് താല്പര്യം തോന്നി എന്ന് വരുന്നതല്ല. അതിനാൽ തർക്കങ്ങളിലേക്ക് കടക്കാം. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും, പാടുള്ളതല്ല. അലച്ചിൽ അതേപോലെ തന്നെ കാര്യങ്ങൾ ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇന്നേ ദിവസം പാടുള്ളതല്ല. ലക്ഷ്യബോധം ഉണ്ടാകേണ്ടതാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്നേ ദിവസം ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക. വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് അത്രമേൽ സമയമില്ല എങ്കിൽ 11 തവണയെങ്കിലും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾ ജപിക്കുക. ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്. സാധിക്കുന്നവർ 108 അതിലും മുകളിലോ ജപിക്കാം. ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ കുടുംബസമേതം ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ഇരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാതിരിക്കരുത്. അതായത് ചുരുക്കത്തിൽ പറയുകയാണ് എങ്കിൽ തിരക്കിട്ട് ക്ഷേത്ര ദർശനം നടത്തരുത്. അല്പസമയം ക്ഷേത്രത്തിലിരുന്ന് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. ഏറ്റവും വിശേഷമാണ്. സ്ത്രീകൾ ഇന്നേ ദിവസം ദശപുഷ്പങ്ങൾ ചൂടുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്നാൽ ഏവർക്കും ദശപുഷ്പം ലഭിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ തുളസിയുണ്ട് എങ്കിൽ ഒരു തുളസിയിലെയെങ്കിലും തലയിൽ ചൂടേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം കുളിച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഇന്നേ ദിവസം പകലുറക്കം പാടില്ല എന്നുള്ളതാണ്. അതും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൂടാതെ മത്സ്യം, മാംസം, ലഹരി എന്നിവ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. വ്രതമെടുക്കുന്നവരാണ് എങ്കിലും വ്രതമെടുക്കാത്തവരാണ് എങ്കിലും കുടുംബാംഗങ്ങളാണ് എങ്കിലും ഇവ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ദേഷ്യം പാടുള്ളതല്ല. നെഗറ്റീവായ ഊർജത്തിൻ്റെ വർധനവായി അതിനെ കണക്കാക്കുവാൻ സാധിക്കും. ദേഷ്യം വരുന്നത് ദോഷകരമായി തീരും. മുതിർന്നവരുടെ, സ്ത്രീകളുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം, അതായത് വെള്ളിയാഴ്ചയായ ഇന്ന്, ജനുവരി 2 ഇന്ന് സാധിക്കുന്നവർ ഉറക്കമൊഴിക്കുക എന്ന കാര്യവും പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും ഇന്നേ ദിവസം ധരിക്കാൻ പാടുള്ളതല്ല. കീറിയ വസ്ത്രങ്ങൾ ധരിക്കരുത്. കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. പറയുന്നത് ശബരിമലയ്ക്ക് പോകുവാൻ മാലയിട്ടിരിക്കുന്ന വ്യക്തികളുടെ കാര്യമല്ല, അതായത് അയ്യപ്പന്മാരുടെ കാര്യമല്ല. മറ്റ് വ്യക്തികൾ ഇന്നേ ദിവസം കുടുംബത്തിൽ കറുത്ത വസ്ത്രം ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. പ്രത്യേകിച്ചും സുമംഗലികൾ കറുത്ത വസ്ത്രം, കൂടാതെ വെള്ള നിറം മാത്രമുള്ള വസ്ത്രം അണിയുന്നതും നിങ്ങൾക്ക് ദോഷകരമാണ്. അതിനാൽ തീർച്ചയായും ആ വസ്ത്രങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കീറിയ വസ്ത്രം ധരിക്കരുത്. മൃഗങ്ങളെയും അതേപോലെ തന്നെ പക്ഷികളെയും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്കിന്ന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലവും ആഹാരവും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ, ആഹാരവും ജലവും നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യ വർധനവ് തന്നെയാണ് ഫലമായി വന്നു ചേരുക. കൂടാതെ ഇന്നേ ദിവസം കള്ളം പറയുന്നത് ശുഭകരമല്ല. കള്ളം പറഞ്ഞ് ഒരു കാര്യം നേടിയെടുക്കുന്നതും നിങ്ങൾക്ക് ദോഷകരമായി തന്നെ ഭവിക്കും. കാരണം ഭഗവാന്റെ അപ്രീതിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. അതും ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത ഇപ്രകാരം ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക്, നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് കോട്ടം സംഭവിക്കുവാൻ സാധ്യതയാകും, അല്ലെങ്കിൽ അതൊരു കാരണമായി തീരും എന്നതാണ് വാസ്തവം. കൂടാതെ ഇന്നേ ദിവസം
നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അലസത, മടി പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം. സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും വിളക്ക് കൊളുത്തുന്നതിന് മുൻപുള്ള ആ സമയം പ്രത്യേകിച്ചും, അതായത് ത്രിസന്ധ്യാ സമയത്ത് ചൂല് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത്. ഈ സമയം നഖം, മുടി എന്നിവ ത്രിസന്ധ്യാ നേരത്ത് വെട്ടുന്നത് ശുഭകരമല്ല. ആ കാര്യവും ഓർക്കുക. ഈ സമയം ആഹാരം നിങ്ങൾ കഴിക്കാൻ ത്രിസന്ധ്യാ നേരത്ത് ആഹാരം കഴിക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഞാൻ ഈ പരാമർശിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. കാരണം ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ